ഞാൻ കോട്ടയത്തേക്ക് പോവുകയാണ്. അവിടെ ജോസിയും കുറച്ചു നേരമായിട്ട് കാത്തിരിക്കുകയാണ്. ജോസി, കോട്ടയത്തും വിപുലമായ പുതുവത്സരാഘോഷങ്ങളാണല്ലോ നടക്കുന്നത്. വടവാതൂരും ചങ്ങനാശ്ശേരിയിലും ഒക്കെ കൂറ്റൻ പാപ്പാഞ്ചിയെ കത്തിക്കും. അപ്പോൾ എങ്ങനെയാണ് കോട്ടയംകാരുടെ ഒരു പരിപാടി ന്യൂ ഇയറിന്? തീർച്ചയായും അജി, പുതുവത്സരത്തെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് കോട്ടയത്തും ഒരുക്കിയിരിക്കുന്നത്. നാം ഇപ്പോൾ നിൽക്കുന്നത് വടവാതൂരാണ്. കോട്ടയം കാർണിവൽ എന്ന പേരിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. ഇവിടെ പുതുവത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂറ്റൻ പാപ്പാഞ്ഞിയെ കത്തിക്കുകയും വിവിധ കലാപരിപാടികളൊക്കെ നടക്കുകയും ചെയ്യും. അതിന്റെ അവസാനഘട്ട ഒരുക്കത്തിലാണ് അതിന്റെ അണിയറ പ്രവർത്തകർ, സംഘാടകരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിവിധ കലാപരിപാടികളും അതോടൊപ്പം ഭാഗ്യശാലികൾക്കുള്ള വിജയികൾക്കുള്ള നറുക്കെടുപ്പ് അടക്കമുള്ള പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. വൈകിട്ട് ഒരു 7:30-8 മണിയോട് കൂടി ആളുകളൊക്കെയും എത്തി തുടങ്ങും. 8 മണിക്ക് കലാപരിപാടികൾ ആരംഭിക്കും. 12 മണിക്കായിരിക്കും പാപ്പാഞ്ഞിയെ കത്തിക്കുക. എന്തായാലും നമുക്ക് സംഘാടകരിലേക്ക് പോകാം. എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് അവരോട് ചോദിച്ച് അറിയേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അവസാന ഘട്ടം, അതിൽ പടക്കങ്ങളടക്കം നിറയ്ക്കുന്ന പാപ്പാഞ്ഞിയിൽ ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. കോട്ടയം കാർണിവൽ സൊസൈറ്റിക്ക് വലിയ അഭിമാനകരമായ പരിപാടിയാണിത്. എന്തൊക്കെ പരിപാടികളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്? ഇവിടെ 7 മണിക്ക് നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കും കുട്ടികളുടെ. അതിനുശേഷം ഗാനമേള, അതിനുശേഷം 12 മണിക്ക് നമ്മൾ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന പ്രോഗ്രാമാണ്. അതുപോലെ വനിതകൾക്കും കുടുംബങ്ങളായിട്ട് വരുന്നവർക്കൊക്കെ ഇരിക്കാനുള്ള കസേരകൾ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ സാന്നിധ്യം, അതുപോലെ 100ഓളം വരുന്ന നമ്മുടെ വാളണ്ടിയേഴ്സ്, അങ്ങനെ വിവിധ തരത്തിലുള്ള രാവിലെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. വരുന്നവർക്ക് നല്ല രീതിയിൽ പോകുന്നതിനുള്ളിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇതിനെ ആഘോഷിക്കുകയാണ്. 2026 വളരെ സന്തോഷകരമായി തന്നെ ഈ നാട് ഏറ്റെടുക്കുകയാണ്, ഈ കോട്ട ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ കാർണിവൽ സൊസൈറ്റിയുടെ പേരിലാണ് നടത്തുന്നത്. നമ്മുടെ ഒട്ടനവധി ചെറുപ്പക്കാർ ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വൻ വിജയമാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശില്പിയാണല്ലേ പാപ്പാഞ്ഞിയുടെ? എത്ര അടി ഉയരമുള്ള പാപ്പാഞ്ഞിയാണ്? എന്തൊക്കെയാണ്? 50 അടിയോളം ഉയരം വരും. കഴിഞ്ഞ പ്രാവശ്യത്തിലും കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ട്രക്ചർ നമ്മൾ മാറ്റിയിട്ട് ഈ ചെയ്തിരിക്കുന്ന പുതിയതാണ്, മൊത്തം പുതിയതാണ്. അതായത് 4 ദിവസം കൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മൾ ഈ വിമാകരണ ഒരു സ്ട്രക്ചർ. അതിനകത്ത് നമ്മൾ അതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മാത്രമാണ് അത്ര. നമ്മുടെ കൂട്ടത്തിൽ നിന്ന രാജേഷ് അതുപോലുള്ള ആൾക്കാരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇത് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് സമയമുണ്ടായിരുന്നു, 1 മാസത്തെ സമയമുണ്ടായിരുന്നു. ആ ഗ്യാപ്പിനകത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് സമയമില്ലായിരുന്നു. തീർത്ത് ഇലക്ഷൻ വന്നതോടുകൂടി ഇപ്രാവശ്യം പരിപാടി ഇല്ല എന്നുള്ള തീരുമാനത്തിൽ പോയിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അത് നടത്താതിരിക്കാൻ ഒക്കുകയെന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് നമ്മൾ വന്ന് അങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ചെയ്തത്. ഈ വനിതകൾ കുടുംബമായൊക്കെ വരുന്ന ഒരു പങ്കാളിത്തം കഴിഞ്ഞ വർഷങ്ങളിലുണ്ട്. ഇത്തവണ അങ്ങനെ കുടുംബങ്ങളെ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും കുടുംബങ്ങളെ പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം കോട്ടയം ടൗണിൽ മറ്റ് തിരക്കുകളെല്ലാം മാറി ഈ ഗ്രാമത്തിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇതുപോലൊരു പുതുവർഷത്തെ വരവേൽക്കാനായിട്ട് കുടുംബങ്ങളും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയൊരു ക്രൗഡിനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ, ബാരിക്കേഡ് ഉൾപ്പെടെയുള്ള പാർക്കിങ്ങിന് വിപുലമായ പാർക്കിംഗ് സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആളുകൾ ഇങ്ങനെ വന്നാൽ മതി. തീർച്ചയായും ആളുകൾ വരുമെന്നുള്ള പ്രതീക്ഷ തന്നെ. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അജി, എന്തായാലും 10,000-ലധികം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതൊരു പാടശേഖരത്തോട് ചേർന്ന പ്രദേശമാണ്. അതിൻ്റെ എതിർവശത്ത് സ്റ്റേജ് ഒരുക്കിയിട്ടുണ്ട്, വിവിധ ഫുഡ് കോർട്ടുകളുണ്ട്. അവിടെ കലാപരിപാടികൾ നടക്കും. ആ സമയത്ത് തന്നെ ഈ റോഡിലിരുന്ന് ഇവിടെ ഇരുന്ന് മറ്റ് ആഘോഷ പരിപാടികളിൽ ആളുകൾക്ക് പങ്കെടുക്കുകയും ചെയ്യാം. എന്തായാലും കർശനമായ പോലീസ് നിരീക്ഷണത്തോടു കൂടിയായിരിക്കും ഈ പരിപാടികളൊക്കെ നടക്കുക. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിലും സമാനമായ രീതിയിൽ ഇന്ന് പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന പരിപാടി നടക്കുന്നുണ്ട്. മറ്റിടങ്ങളിൽ ചെറിയ ചെറിയ ആഘോഷങ്ങൾ, ഹോട്ടലുകളൊക്കെ കേന്ദ്രീകരിച്ചുള്ള ആഘോഷങ്ങളുണ്ട്. ഏതായാലും കർശനമായ പോലീസ് സുരക്ഷയും നിയന്ത്രണങ്ങളും ഈ സുരക്ഷാ. ജോസി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ജോസി ഇങ്ങനെ കൃത്യമായ വാർത്തകളൊക്കെ പറയുന്നു, അവിടെയുള്ള ആഘോഷ പരിപാടികളൊക്കെ പറയുന്നു. അപ്പം ജോസിയുടെ ഒരു ആഘോഷം എങ്ങനെയാണ് ന്യൂ ഇയറിന്? ഒന്നത് ഈ പുതുവർഷത്തിൽ എല്ലാവരും റെസൊല്യൂഷൻ എന്ന വാക്ക് ഉപയോഗിക്കും, പക്ഷെ ഞാൻ ആ വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് പകരം എന്ത് പുതിയ തീരുമാനമാണ് അടുത്ത വർഷം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ജോസി തീരുമാനിച്ചിരിക്കുന്നത്? അജി, പ്രത്യേകിച്ച് പുതിയ പ്ലാനുകളും പദ്ധതികളും ഒന്നുമില്ല. പക്ഷേ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കുറച്ച് കൂടി കായിക വ്യായാമങ്ങളിലൊക്കെ ഏർപ്പെടുത്തണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് അറിയത്തില്ല. കൂടാതെ ഇന്ന് നമുക്ക് പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കുട്ടികളുമായിട്ട് അതിനുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു. ക്രിസ്മസിന് ബാക്കി വന്ന പടക്കമൊക്കെ പൊട്ടിക്കാനായിരുന്നു ആലോചന. പക്ഷേ ഇപ്പോൾ ഇന്ന് നമുക്ക് ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആഘോഷം നാളത്തേക്ക് നമ്മൾ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇന്ന് ആ പടക്കം പൊട്ടിയിരുന്നും ഉണ്ടാവില്ല. നാളെ കുടുംബവുമായി കുഞ്ഞുങ്ങളുമായിട്ട് പടക്കമൊക്കെ പൊട്ടിക്കണമെന്നുള്ള ആഗ്രഹം കൂടി ഉണ്ട്. അജി.